നമസ്കാരം. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകളുടെ കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കാൻ അരങ്ങൊരുങ്ങുകയാണ്. ഈ കോവിഡ് കാലത്തും നല്ല നാളെയുടെ സ്വപ്നങ്ങൾ ഉണരുകയാണ് ഇവിടെ ഈ ഓൺലൈനിലൂടെ. പുത്തൂർമഠം AMUP സ്കൂളിൻ്റെ ഓൺലൈൻ കലാമേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗത പ്രസംഗം പ്രോഗ്രാം കൺവീനർ ശ്രീ അബ്ദുൾ റസാഖ്. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, പുത്തൂർമഠം AMUP സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ കലാമേള ഓൺലൈൻ വഴി നടക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഗ്രൂപ്പ് ഇനങ്ങൾ ഒഴിവാക്കി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പരമാവധി ഇനങ്ങൾ ഉൾപ്പെടുത്തിയാണ് കലാമേള നടത്തുന്നത്. കുട്ടികളെ വീട്ടിൽ നിന്ന് പരിപാടി മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ക്ലാസ് ടീച്ചർക്ക് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുന്നു. ടീച്ചർ അത് ഓരോ ഇനത്തിനും ചുമതലപ്പെടുത്തിയവർക്ക് അയച്ചു കൊടുക്കും. അവരത് സ്ക്രീൻ ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ടീമിന് അയച്ചു കൊടുത്ത് അങ്ങനെയാണ് ഈ പരിപാടി നമ്മുടെ മുമ്പിലെത്തുന്നത്. കുട്ടികൾ വളരെ താല്പര്യപൂർവ്വമാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. LP UP വിഭാഗങ്ങളിലായി 26ഓളം ഇനങ്ങളിൽ ഏകദേശം 400ഓളം പരിപാടികൾ ലഭിച്ചിട്ടുണ്ട്. അവയിൽ നിന്ന് മികച്ചത് സെലക്ട് ചെയ്താണ് പ്രദർശിപ്പിക്കുന്നത്. ടീച്ചേഴ്സിന്റെ ഒരു കൂട്ടമായ ടീം വർക്കാണ് ഈ പരിപാടിയുടെ പിന്നിൽ. ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച ക്ലാസ് ടീച്ചർക്ക് പ്രത്യേകം ഉപഹാരം നൽകുന്നുണ്ട്. ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഇതിന്റെ പല പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും സമ്മാനവും വിതരണം ചെയ്യുന്നതായിരിക്കും. ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ കലാമേള ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരനും രക്ഷിതാവും കൂടിയായ സിനിമാ രംഗത്തെ ഒരു മികച്ച കലാകാരനും കൂടിയായ ശ്രീ നവാസ് പള്ളിക്കുന്ന് അവர்களാണ്. ശ്രീ നവാസിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിന്റെ HM നന്ദകുമാർ മാസ്റ്റർ, PTA പ്രസിഡന്റ് PTA സലാം എന്നിവരെയും സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത, ഈ പരിപാടി വീക്ഷിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. പുത്തൂർമഠം AMUP സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ നന്ദകുമാർ സംസാരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ ഈ അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവ വേദിയിലാണ്. സാധാരണ 2 ദിവസങ്ങളിലായാണ് നാം സ്കൂൾ കലോത്സവം നടത്താറ്. വളരെ ഗംഭീരമായ പരിപാടികളോടെയാണ് നാം എല്ലാ വർഷവും സംഘടിപ്പിക്കാറ്. ഈ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. കൊറോണ കാലമായതുകൊണ്ട്, പ്രത്യേക സാഹചര്യമായതുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ കലോത്സവം ഓൺലൈനായി സംഘടിപ്പിക്കുന്നത്. വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്തും വളരെ സജീവമായി കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. വീട്ടിൽ തളച്ചിടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം കുറേ ഒഴിവു സമയങ്ങൾ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഈ സമയങ്ങളൊന്നും തന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം കഴിവുകളുണ്ട്. ഈ കഴിവുകളൊക്കെ തന്നെ തേച്ചു മിനുക്കി മിടുക്കന്മാരും മിടുക്കികളുമായി തീരേണ്ട ഒരു സന്ദർഭമാണിത്.
ഈ അവസരം എല്ലാവരും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പറയുകയാണ്. നമ്മുടെ ഈ വർഷത്തെ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നവാസ് വള്ളിക്കുന്ന് അവർകളാണ്. നമുക്കറിയാം, ഒരു സിനി ആർട്ടിസ്റ്റാണ്, നമ്മുടെ നാട്ടുകാരനാണ്. ഒപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ PTA പ്രസിഡന്റ് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കും. നമ്മുടെ സ്കൂൾ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. സുഡാനി ഫ്രം നൈജീരിയ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ ശ്രീ നവാസ് വള്ളിക്കുന്ന് മിമിക്രി പരിപാടികളിലൂടെ സിനിമാ രംഗത്തെത്തി. ഫ്രഞ്ച് വിപ്ലവം, തമാശ, സൂഫിയും സുജാതയും, ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച് ഇദ്ദേഹം ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമാണ്. നമ്മുടെ നാടിൻ്റെ സ്വന്തം താരം ശ്രീ നവാസ് വള്ളിക്കുന്ന് കലാമേള ഉദ്ഘാടനം ചെയ്യുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നവാസ് വള്ളിക്കുന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഒരു സുവർണ കാലമാണ് കലാലയ ജീവിതം. പരസ്പരമുള്ള സ്നേഹവും സൗഹൃദവും ഏറ്റവും കൂടുതൽ അറിയുന്നതും അനുഭവിക്കുന്നതും പങ്കുവയ്ക്കുന്നതും ഈ കാലഘട്ടത്തിലൂടെയാണ്. എന്നാൽ കലാലയ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കലോത്സവങ്ങൾ. ഈ കോവിഡ് കാരണം ഈ പ്രാവശ്യം കലോത്സവങ്ങൾ നടക്കുന്നില്ല എന്നറിഞ്ഞതിൽ അതിയായ സങ്കടമുണ്ട്. എന്നിരുന്നാലും ഓൺലൈൻ വഴി കലോത്സവം നടക്കുന്നു എന്നറിഞ്ഞതിൽ സന്തോഷവുമുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ പ്രോഗ്രാമിൽ എല്ലാവരും തീർച്ചയായിട്ടും പങ്കെടുക്കണം. ഒരു കലാകാരന് ഏറ്റവും കൂടുതൽ വേണ്ട അവസരങ്ങളാണ്. അപ്പോൾ കിട്ടിയ അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഒരു വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ കരുത്തുറ്റ സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ നാടിനും സമൂഹത്തിനും നന്മയുള്ള കുട്ടികളായിട്ട് വളരുക. പുത്തൂർമഠം AM UP സ്കൂളിലെ ഈ ഓൺലൈൻ കലോത്സവം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് ശ്രീ PTA സലാം, പുത്തൂർമഠം AM UP സ്കൂൾ PTA പ്രസിഡന്റ്. ആദരണീയനായ HM ശ്രീ നന്ദമാഷ്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കൾ, അതിലേറെ ഉപരി പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെ പുത്തൂർമഠം AM UP സ്കൂളിൻ്റെ കലാമേള, ഓൺലൈൻ കലാമേളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, COVID-19 മഹാമാരിയിൽ ലോകം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടവും പ്രയാസവും അനുഭവിക്കുന്നത് നമ്മുടെ പിഞ്ചു പൈതങ്ങളാണ്. ഒരു 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ട് അവരുടേതായിരിക്കുന്നൊരു ലോകം വളരെ ചെറുതായി പോയ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് നിയന്ത്രണങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നെങ്കിൽ ഓരോ നിയന്ത്രണങ്ങളും ഓരോരോ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി ഇളവുകളൊക്കെ നീങ്ങി ജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോമനകൾക്ക് അവരുടേതായിരിക്കുന്ന ഒരു ലോകം അവരുടെ കലാലയങ്ങളാണ്, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, അവരുടെ സുഹൃത്തുക്കളാണ്, അവരുടെ കളിക്കൂട്ടുകാരാണ്, അവരുടെ അധ്യാപകരാണ്. അവർക്ക് രക്ഷിതാവായും സുഹൃത്തായും ഗുരുവായും പ്രവർത്തിക്കുന്ന അവരുടെ അധ്യാപകന്മാരാണ് കുട്ടികളുടെ ഒരു ലോകം. എന്നാൽ ഈ ഒരു അധ്യയന വർഷം നമുക്കറിയാം, അങ്ങനെ ഒരു ലോകം തന്നെ ഇല്ലാതെ ആ കുട്ടികൾ 4 ചുവരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് വാളിനുള്ളിൽ തളക്കപ്പെട്ടവരായി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളുമുള്ളത്. ഈ അവസരത്തിലാണ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് അധ്യയന കാര്യങ്ങൾ, പഠന വിഷയങ്ങൾ, ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകരെല്ലാവരും വളരെ സജീവമായിട്ട്, കുട്ടികളും അധ്യാപകരുമൊക്കെ വളരെ സജീവമായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മത്സരങ്ങളും, ക്വിസ് മത്സരങ്ങളും രചനാ മത്സരങ്ങളും ഓൺലൈനായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പരമാവധി കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ നമ്മൾ ഈ വർഷം കലാമേള ആലോചിച്ചത്. ഓൺലൈനായിട്ട് തന്നെ കലാമേള നടത്തുവാനും പരമാവധി കുട്ടികളെയും അധ്യാപകരെയും പങ്കാളികളാക്കാനും ഉള്ള ഒരു തീരുമാനം നമ്മുടെ സ്കൂൾ PTAയുടേതാണ്. വളരെ ഭംഗിയായ രീതിയിൽ ആ കലാമേളയുടെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കൂടുതലായൊന്നും ഞാൻ പറയുന്നില്ല. ഈ കലാമേളയിൽ പരമാവധി കുട്ടികൾ പങ്കെടുക്കുകയും പരമാവധി
അവരുടെ കലാവാസന എന്തൊക്കെ തടസ്സങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും കല ലോകത്തിന് വലിയ അനുഗ്രഹമാണ്. കലയിലൂടെയാണ് ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഏറ്റവും കൂടുതൽ കലയും കായികവുമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ രാജ്യാതിർത്തികളുടെ സമാധാനത്തിന് പോലും ഉപകാരപ്പെടുന്ന രീതിയിൽ മാറാറുണ്ടെന്ന് നമുക്കറിയാം. രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര കാര്യങ്ങൾ കലഹിക്കുമ്പോൾ പോലും കലയിലും കായികത്തിലും രാജ്യങ്ങൾ തമ്മിൽ വളരെ നല്ല അന്തരീക്ഷവും നിലനിൽക്കുകയും സൗഹൃദമായ മത്സരങ്ങൾ നടക്കുകയും ചെയ്യും നമ്മൾ കാണുന്നതാണ്. ജാതിക്കോ മതത്തിനോ അതിർവരമ്പ് കെട്ടാൻ കഴിയാത്ത തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മേഖലയാണ് കലയും കായികവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരും കലാമത്സരങ്ങളിൽ നന്നായി പങ്കെടുക്കുകയും പ്രിയപ്പെട്ട അധ്യാപകരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾ പെർഫോം ചെയ്യുകയും നമുക്ക് ഭാവിയിൽ ഏറ്റവും നല്ല കലാകാരന്മാരായി നിങ്ങളെല്ലാവരും ഉയരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എത്തുന്നു. ജയ് ഹിന്ദ്. പുത്തൂർമഠം AMUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളിലൂടെ ആദ്യമായി LP വിഭാഗം ആംഗ്യപ്പാട്ട്. മലയാളം ആംഗ്യപ്പാട്ട് അവതരിപ്പിക്കുന്നവർ ഫാത്തിമ മെഹറിൻ, സല്ല മർവ, ഫാത്തിമ റഷ, ശ്രിത M, ദിൽഷ. ഞാനിവിടെ പാടാൻ പോകുന്നത് അഹങ്കാരിയായ ഒരു ആനയുടെ ആംഗ്യപ്പാട്ടാണ്. തുമ്പിച്ചു കയറ്റിയൊരാന കൊമ്പനാന വരുന്നുണ്ട്, തുമ്പിച്ചു കയറ്റിയൊരാന കൊമ്പനാന വരുന്നുണ്ട്, അരിച്ചരിച്ചൊരു കട്ടുറുമ്പ് അവന്റെ മുമ്പിൽ അകപ്പെട്ടു, അരിച്ചരിച്ചൊരു കട്ടുറുമ്പ് അവന്റെ മുമ്പിൽ അകപ്പെട്ടു. ആന പറഞ്ഞു, കണ്ടില്ലേ എന്റെ വരവ്, കണ്ടില്ലേ നിന്റെ മുഖത്ത്, കണ്ടില്ലേ എന്റെ വരവ്, കണ്ടില്ലേ നിന്റെ മുഖത്ത്, എന്റെ കാലിനടിയിൽ പെട്ടാൽ എന്താകും നിന്റെ ഗതി, എന്റെ കാലിനടിയിൽ പെട്ടാൽ എന്താകും നിന്റെ ഗതി. ഉറുമ്പ് ദേഷ്യത്തോടെ പറഞ്ഞു, പൊണ്ണത്തടിയാ നിന്റെ മുഖത്ത്, കണ്ണുകളില്ലേ രണ്ടെണ്ണം, എട പൊണ്ണത്തടിയാ നിന്റെ മുഖത്ത്, കണ്ണുകളില്ലേ രണ്ടെണ്ണം. ആന ദേഷ്യത്തോടെ ആഞ്ഞു ചവിട്ടി നിനച്ചു, കാണി കാണും ഉറുമ്പ്, പക്ഷേ ആനക്കാലിൽ പറ്റിച്ചേർന്നു അരിച്ചു കയറി ഉറുമ്പ്, ആനക്കാലിൽ പറ്റിച്ചേർന്നു അരിച്ചു കയറി ഉറുമ്പ്. ആന ചെവിയിൽ ചേർന്നു പറഞ്ഞു, നാനീ മുതുകിലിരിപ്പുണ്ട്, നാനീ മുതുകിലിരിപ്പുണ്ട്. എന്നിട്ടോ ആന ഉറുമ്പിനെ വീഴ്ത്താൻ മേഞ്ഞു കുലുക്കി പലവട്ടം, ആന ഉറുമ്പിനെ വീഴ്ത്താൻ മേഞ്ഞു കുലുക്കി പലവട്ടം. തുമ്പിക്കൈയിൽ ഉറുമ്പ് കടിച്ചു, ചിഹ്നം വെളിയോട് ആന കടിച്ചു. മാന്യ സദസ്സിന് വന്ദനം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പൂമ്പാറ്റ ഇഷ്ടല്ലേ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ കളിക്കാൻ പൂമ്പാറ്റ വരുമോ എന്ന്. കൂട്ടുകാരി പൂമ്പാറ്റി കൂടെ വരാമോ, നല്ല പാട്ടുപാടി കളിക്കുവാൻ കൂടെ വരാമോ. കൂട്ടുകാരി പൂമ്പാറ്റി കൂടെ വരാമോ, നല്ല പാട്ടുപാടി കളിക്കുവാൻ കൂടെ വരാമോ. കാട്ടുമുല്ല വിരിഞ്ഞു കാറ്റു വന്നു പറഞ്ഞു, കാൽച്ചിലങ്ക കെട്ടിത്തരം നർത്തനമാടാം. കാട്ടുമുല്ല വിരിഞ്ഞു കാറ്റു വന്നു പറഞ്ഞു, കാൽച്ചിലങ്ക കെട്ടിത്തരം നർത്തനമാടാം. കൂട്ടുകാരി പൂമ്പാറ്റി കൂടെ വരാമോ, നല്ല പാട്ടുപാടി കളിക്കുവാൻ കൂടെ വരാമോ.
മിന്നും പൊന്നും ചാത്തിത്തരം പട്ടുടുപ്പും പാവയും തരാം. മിന്നും പൊന്നും ചാത്തിത്തരം പട്ടുടുപ്പും പാവയും തരാം. ഉണ്ണിക്കുട്ടൻ ഉറങ്ങുമ്പോൾ പാട്ടുപാടി താരാട്ടാം. ഉണ്ണിക്കുട്ടൻ ഉറങ്ങുമ്പോൾ പാട്ടുപാടി താരാട്ടാം. കൂട്ടുകാരി പൂമ്പാറ്റി കൂടെ വരാമോ, നല്ല പാട്ടുപാടി കളിക്കുവാൻ കൂടെ വരാമോ. കാട്ടുമുല്ല വിരിഞ്ഞു കാറ്റ് വന്നു പറഞ്ഞു, കാൽച്ചിലങ്ക കെട്ടിത്തരം നർത്തനമാടാം. മാന്യസദസ്സിനു വന്ദനം. ബാലകലോത്സവം കാണാൻ പോയ ഒരു മുത്തശ്ശിയുടെ കഥയാണ് ഞാനിവിടെ ആംഗ്യപ്പാട്ടായി അവതരിപ്പിക്കുന്നത്. അങ്ങേ വീട്ടിലെ മുത്തശ്ശി അമ്മക്ക് ബാലകലോത്സവം കാണാൻ മോഹം. ആട്ടവും കാണണം പാട്ടും കേൾക്കാം, മുന്നിൽ തന്നെ ഇരുന്നിടണം. നടുവൊടിയൊന്നു നടക്കാൻ മേല, കണ്ണുകാരിക്കുന്നു കാണാൻ മേല. എന്നിട്ടും നമ്മുടെ മുത്തശ്ശി കാലും നീട്ടിയിരുന്നു മുത്തി. രസ്നാരിപ്പൊടി തലയിൽ തേച്ചു, യുക്കാലിപ്റ്റസ് മൂക്കിൽ വലിച്ചു. വേഷ്ടി മുണ്ടയിൽ ചുറ്റി, മൂലയിൽ ചാരിയ വടിയും കുത്തി നടന്നു മുത്തി. ആർപ്പു വിളിക്കും കുട്ടികൾക്കൊപ്പം ആംഗ്യപ്പാട്ടിന്റെ വേദി കണ്ടു. പത്തായ പെരുവയറ കൊമ്പനാനയ്ക്കൊരു കുപ്പായം തുന്നുവാൻ മോഹം. തുണിയത്ര വേണാവി പഹേനയ്യോ, വിരൽ മൂക്കിൽ വെക്കുന്നു കേണുവേട്ടൻ. ആംഗ്യപ്പാട്ടിന്റെ വേദി കണ്ടു. തിരുവാതിര കളി കാണാൻ പോയി. പണ്ടു ഞാനത്ര കളിച്ചതല്ലേ, ചിന്തിച്ചിരുന്നു പോയി മുത്തിയമ്മ. വിരവിരാട കുമാരവിഭോ ചാരുതര ഗുണസാഗരമോ. ഹായ്, എന്റെ പേര് ശ്രിത. കാക്കയുടെയും കുറുക്കന്റെയും ഒരു കൊച്ചു ആംഗ്യപ്പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പണ്ടൊരു സുന്ദരി കാക്കയ്ക്ക് കിട്ടി നല്ലൊരു നെയ്യപ്പം. പണ്ടൊരു സുന്ദരി കാക്കയ്ക്ക് കിട്ടി നല്ലൊരു നെയ്യപ്പം. നെയ്യപ്പം കണ്ട് കൊതിയൂറി സൂത്രം ചൊല്ലി കുറുക്കച്ചൻ. നെയ്യപ്പം കണ്ട് കൊതിയൂറി സൂത്രം ചൊല്ലി കുറുക്കച്ചൻ. കാക്കയ്ക്കെന്തൊരു സൗന്ദര്യം, പാട്ടിനെന്തൊരു മാധുര്യം. കാക്കയ്ക്കെന്തൊരു സൗന്ദര്യം, പാട്ടിനെന്തൊരു മാധുര്യം. ഇതു കേട്ടപ്പോൾ കാക്ക പെണ്ണു ചുണ്ടു പിളർത്തി പാടാനായി. ഇതു കേട്ടപ്പോൾ കാക്ക പെണ്ണു ചുണ്ടു പിളർത്തി പാടാനായി. തവയെ വീണൊരു നെയ്യപ്പം ചടിയെടുത്തു കുറുക്കച്ചൻ. തവയെ വീണൊരു നെയ്യപ്പം ചടിയെടുത്തു കുറുക്കച്ചൻ. കാക്കയോടൊന്നും മിണ്ടാതെ പാട്ടുകൾ കാണിക്കാതെ വാലും താക്കി കിടക്കോട്ട് ഓടിപ്പോയി കുറുക്കച്ചൻ. ഓടിപ്പോയി കുറുക്കച്ചൻ. താങ്ക് യു. സദസ്സിനു വന്ദനം. ഹായ് കൂട്ടുകാരെ, ഞാൻ ദിൽഷ. ഞാൻ ഇന്നൊരു കുഞ്ഞു ആഞ്ഞപ്പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാക്കയുടെയും കുറുക്കന്റെയും ഒരു കുഞ്ഞു ആഞ്ഞപ്പാട്ട്. എന്താ കൂട്ടുകാർ റെഡിയല്ലേ? പണ്ടൊരു സുന്ദരി കാക്കയ്ക്ക് കിട്ടി നല്ലൊരു നെയ്യപ്പം. പണ്ടൊരു സുന്ദരി കാക്കയ്ക്ക് കിട്ടി നല്ലൊരു നെയ്യപ്പം. നെയ്യപ്പം കണ്ട് കൊതിപ്പൂണ്ട് സൂത്രം ചൊല്ലി കുറുക്കച്ചൻ. നെയ്യപ്പം കണ്ട് കൊതിപ്പൂണ്ട് സൂത്രം ചൊല്ലി കുറുക്കച്ചൻ. കാക്കയ്ക്കെന്തൊരു സൗന്ദര്യം, പാട്ടിനെന്തൊരു മാധുര്യം. കാക്കയ്ക്കെന്തൊരു സൗന്ദര്യം, പാട്ടിനെന്തൊരു മാധുര്യം.
ഇത് കേട്ടപ്പോൾ കാക്കപ്പെണ്ണ് ചുണ്ടു പിളർത്തി പാടാനായി. ഇത് കേട്ടപ്പോൾ കാക്കപ്പെണ്ണ് ചുണ്ടു പിളർത്തി പാടാനായി. താഴെ വീണു നെയ്യപ്പം ചാടി എടുത്ത് കുറുക്കച്ചൻ. താഴെ വീണു നെയ്യപ്പം ചാടി എടുത്ത് കുറുക്കച്ചൻ. കാക്കയോടൊന്നും മിണ്ടാതെ പാട്ടുകൾ കാണിൽക്കാതെ. കാക്കയോടൊന്നും മിണ്ടാതെ പാട്ടുകൾ കാണിൽക്കാതെ. വാലും കാട്ടിട്ടിയ കോട്ട് നേരെ പോയി കുറുക്കച്ചൻ. വാലും കാട്ടിട്ടിയ കോട്ട് നേരെ പോയി കുറുക്കച്ചൻ. നന്ദി. ഇംഗ്ലീഷിൽ ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നു ഫാത്തിമ റഷ, മുഹമ്മദ് ഫാമിൽ, മുഹമ്മദ് ഹാദി, മുഹമ്മദ് സ്വാലിഹ്, ആയിഷ ഹുദ. Good morning, all of you. One an apple, just now. One an apple, just now. Apple eating, just now. Apple eating, just now. Stomachating, just now. Stomachating, just now. Call the doctor, just now. Call the doctor, just now. Operation, just now. Operation, just now. Thank you doctor, just now. Thank you doctor, just now. Bye bye doctor, just now. Bye bye doctor, Morning. Found a peanut, just now. Found a peanut, just now. I am hungry, just now. I am hungry, just now. I am eating, just now. I am eating, just now. Stomachating, just now. Stomachating, just now. Up, Goldie doctor, just now. Goldie doctor, just now. Operation, just now. Operation, just now. Thank you doctor, just now. Bye bye doctor, just now. Brush in every day. Father, mother, brother, sister, brush in every day. Brush your teeth, brush in every day. Father, mother, brother, sister, brush in every day. Wash your face, wash in every day. Father, mother, brother, sister, wash in every day. Wash your hand, wash your face, wash in every day. Father, mother, brother, sister, wash in every day.
Comb your hair, comb in every day. Father, mother, brother, sister, comb in every day. Comb your hair, comb in every day. Father, mother, brother, sister, comb in every day. Eat your food, eat in every day. Father, mother, brother, sister, eat in every day. Eat your food, eat in every day. Father, mother, brother, sister, eat in every day. Drink your milk, drink in every day. Father, mother, brother, sister, drink in every day. Drink your milk, drink in every day. Father, mother, brother, sister, drink in every day. Hi friends, I am Muhammad Soleh. I am sing a song. Clap your hands, clap your hands. Listen to the music and clap your hands. Slamp your feet, slamp your feet. Listen to the music and slamp your feet. Turn around, turn around. Listen to the music and turn around. Jump up high, jump up high. Listen to the music and jump up high. Wave your hands, wave your hands. Listen to the music and wave your hands. ഇംഗ്ലീഷ് ആക്ഷൻ സോങ് ആണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത്. Clap your hands, clap your hands. Listen to the music and clap your hands. Turn around, turn around. Listen to the music and turn around. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Jump up high, jump up high. Listen to the music and jump up high. Wave your hands, wave your hands. Listen to the music and wave your hands. Clap your hands, clap your hands. Listen to the music and clap your hands. Turn around, turn around. Listen to the music and turn around. Stamp your feet, stamp your feet. Listen to the music and stamp your feet. Jump up high, jump up high. Listen to the music and jump up high. Wave your hands, wave your hands. Listen to the music and wave your hands. അടുത്ത ഇനം മലയാളം കഥ പറയൽ. കഥ പറയാനായി എത്തുന്നു ഫാത്തിമ റഷ, സെല്ല മർവ, ശ്രിത, മുഹമ്മദ് സ്വാലഹ്, ആയിഷ നിഹാല. സദസ്സിനു വന്ദനം. കൂട്ടുകാരി, ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കൂട്ടി പുല്ല് മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം സുന്ദരി പുല്ല് തിന്നുന്നതിനിടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? അവിടെ ധാരാളം പഴങ്ങളും ധാരാളം പൂക്കളും നല്ല ഇളം പുല്ലുകളും ഉണ്ട്. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം കാട്ടിലേക്ക് പോയി. കാട്ടിൽ വെച്ച് സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, കാടിന് എന്തൊരു ഭംഗി! എത്ര പൂക്കൾ, എത്ര പഴങ്ങൾ, നല്ല ഇളം പുല്ലുകളും. അതിനവൾ കളിച്ചു രസിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ടു, ഗർറ് ഗർറ്. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, എന്താണ് ആ ശബ്ദം? ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നല്ലത് തന്നെ. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് ഒരു ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. രാജാവിന് നായ
പാട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും മന്ത്രിയും ഭടന്മാരും നായാട്ടിന് പോകുമായിരുന്നു. അന്നൊരു ദിവസം രാജാവും മന്ത്രിയും ബാക്കിയുള്ള ഭടന്മാരും പോകുകയായിരുന്നു. അപ്പോഴതാ വലിയൊരു അപകടം. രാജാവിന്റെ കൈ മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. ഇത് കണ്ട മന്ത്രി പറഞ്ഞു, അത് നല്ലതു തന്നെ. അത് കേട്ട രാജാവിന് ദേഷ്യം വന്നു. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എന്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണോ അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്? രാജാവിന്റെ ഭടന്മാരോട് കൽപ്പിച്ചു, ഈ മന്ത്രിയെ പോയി ജയിലിലടയ്ക്കൂ. ഇത് കേട്ട മന്ത്രി പറഞ്ഞു, അതും നല്ലതിനു തന്നെ. രാജാവിന്റെ ഭടന്മാർ മന്ത്രിയെ ജയിലിലടച്ചു. പിന്നെയും നായാട്ട് തുടർന്നു. അപ്പോഴതാ ഒരു വലിയ സിംഹം രാജാവിന്റെ ഭടന്മാർ 4 ഭാഗത്തേക്കായി ചിതറിച്ചു. ഹായ്, എന്റെ പേര് ശ്രീത. മുന്തിരിവള്ളിയിൽ കുറുക്കന്റെയും ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരിടത്തൊരു സൂത്രശാലിയായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ഒരു ദിവസം വിശന്നു കളഞ്ഞ കുറുക്കന് കഴിക്കാൻ ഒന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ കുറേ പോയപ്പോൾ ഒരു മരത്തിൽ നിറയെ മുന്തിരിക്കുല. കുറുക്കന് വായന വെള്ളം മുറി. കുറുക്കൻ അതിൻ്റെ അടുത്തേക്ക് പോയി ഒരു ചാട്ടം ചാടി. പക്ഷേ കിട്ടിയില്ല. വീണ്ടും ചാടി. കിട്ടിയില്ല. തൊടാൻ പോലും സാധിച്ചില്ല. വീണ്ടും ചാടി. കിട്ടിയില്ല. കുറുക്കൻ ആ മുന്തിരിക്കുലകളെ നോക്കി പറഞ്ഞു, കഴിക്കും, കുളിക്കും, മുന്തിരിങ്ങ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് ഒറ്റ ഓട്ടം. കൂട്ടുകാരെ, ഇതിൽ എന്താണ് മനസ്സിലായത്? നമുക്ക് കിട്ടാത്ത വസ്തുക്കളെ വില കുറച്ച് കാണാൻ പാടില്ല. മാന്യ സദസ്സിനെ വന്ദനം. കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയെയും കൂട്ടി പുല്ല് മേയാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ല് മേയുന്നതിനിടയിൽ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യവും കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? അവിടെ ധാരാളം പഴങ്ങളും നല്ല നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും എല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടതൊക്കെ തരാം. പല പ്രാവശ്യവും വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയോടൊപ്പം കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ്, കാടിന് എന്തൊരു ഭംഗി! എത്ര പഴങ്ങൾ, എത്ര പൂക്കൾ, ഭംഗിയുള്ള പുല്ലുകൾ. സുന്ദരി അവിടെ കളിച്ചും രസിച്ചും നിൽക്കുമ്പോഴാണ് സദസ്സിനെ വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു സിംഹത്തിന്റെയും ഒരു കുഞ്ഞെലിയുടെയും കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരു കാട്ടിൽ ഒരു സിംഹം ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു കുഞ്ഞെലി അനുദേഹത്തുനിന്ന് കളിക്കാൻ തുടങ്ങി. സിംഹം ഉറക്കത്തിന് ഉണർന്നു. തന്നെ ശല്യപ്പെടുത്തി എലിനെ നെക്കി കൊല്ലാൻ നോക്കി. തന്നെ വെറുതെ വിടണമെന്ന് എലി അപേക്ഷിച്ചു. എന്നെങ്കിലും
സഹായം ചെയ്യാമെന്ന് എലി പറഞ്ഞു. അത് കേട്ട് സിംഹം ഉറക്കെ ചിരിച്ചു. കുഞ്ഞെലിയോ? അങ്ങനെ ഒരു ദിവസം സിംഹം വേട്ടക്കാരുടെ വലയിൽ കുടുങ്ങി. സിംഹം മലറിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. അലർച്ച കേട്ട് ആ എലി വന്നു. തന്നെ മൂർച്ചയുള്ള പല്ലുകൊണ്ട് വല മുറിച്ചു. അങ്ങനെ സിംഹം രക്ഷപ്പെട്ടു. സന്തോഷത്തോടെ എലിയോട് നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, എന്റെ പാഠം എന്താണ്? ചെറുതായാലും വലുതായാലും എല്ലാവർക്കും അതിൻ്റെതായ പാഠം ഉണ്ട്. കൂട്ടുകാരെ, ഇന്നത്തെ കലാപ്രകടനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റു കലാപ്രകടനങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. എല്ലാവരും കുടുംബസമേതം എത്തണേ. കലാപ്രകടനങ്ങളിൽ ഭാഗമായവർക്കും മറ്റു കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുത്തൂർമഠം AMUP സ്കൂളിൻ്റെ നന്ദി രേഖപ്പെടുത്തട്ടെ. നാളെ വീണ്ടും കാണാം. അതുവരെ ബായ്.